അസ്സലാമു അലൈക്കും. ഷംസുദ്ദീൻ പാലത്ത് എന്ന സലഫി പണ്ഡിതന്റെ ഒരു പ്രഭാഷണം ഈ അടുത്ത് വിവാദമായി. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം സത്യസന്ധനായ ഒരു വ്യക്തിയാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം പച്ചക്കള്ളം പറയുന്ന വ്യക്തിയാണെന്നുള്ളതിന് വ്യക്തമായ ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. ഇത് മതരാഷ്ട്രവാദം എന്ന ഒരു പുസ്തകമാണ്. പ്രോഗ്രസ് പബ്ലിക്കേഷനാണ് ഇത് ഇറക്കിയത്. കാരക്കഞ്ചേരിയാണ് ഇത് എടുക്കിയത്. ഇതിൽ ധാരാളം ആളുകളുടെ ഒരു ലേഖന സമാഹാരമാണ്. ഈ ലേഖന സമാഹാരം ഇതിൽ എഴുതിയ ലേഖകന്മാര് നിരീശ്വരവാദിയായ ജബ്ബാറുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാം ശരീഅത്ത് വിരോധിയായ ഹമീദ് ചേന്നമംഗലൂരുണ്ട്, കാദിയാനി നേതാവുണ്ട്, അതുപോലെ തന്നെ മുൻ നക്സലൈറ്റ് നേതാവായിരുന്ന കെ വേണുവുണ്ട്. ഒക്കെ കൂടി ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ എഴുതിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ തന്നെയാണ് ഇതിൽ തന്നെയാണ് നമ്മുടെ ഷംസുദ്ദീൻ പാലത്തും ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് മൗദൂദിസത്തിന്റെ വ്യതിയാനങ്ങൾ എന്നാണ് അദ്ദേഹം എഴുതിയ തലക്കെട്ട്. ഇതിൽ ഷംസുദ്ദീൻ പാലത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൽ 52-ാമത്തെ പേജിൽ അദ്ദേഹം സയ്യിദ് അബുല്ല മൗദൂദിക്കെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് പച്ചക്കള്ളമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ 52-ാം പേജിൽ അദ്ദേഹം സമുദായ വിരുദ്ധ നിലപാട് എന്ന ഉപതലക്കെട്ടിന് താഴെ എഴുതുകയാണ്: ഇന്ത്യയിൽ മതന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ജനാധിപത്യം വേണ്ടെന്ന് വെച്ച് ഹൈന്ദവ ഭരണത്തിന് സൗകര്യം ചെയ്തു കൊടുക്കണം എന്നായിരുന്നു മൗദൂദിയുടെ ഉപദേശം. ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം, പേജ് 39-40. ഇതാണ് ആ പുസ്തകം. ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പുസ്തകത്തിന്റെ തലക്കെട്ട് മാറി എന്നേ ഉള്ളൂ. മതേതരത്വം, ജനാധിപത്യം, ദേശീയത്വം എന്ന പേരിൽ പിന്നീട് അത് ഇറക്കിയതാണ് ഈ പുസ്തകം. ഇതിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഇബ്രാഹിം നബി മുശ്രിക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അദ്ദേഹം എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ 5-ാം അധ്യായം സൂറത്തുൽ അൻആമിൽ 78-ാമത്തെ ഒരു ആയത്തുണ്ട്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇബ്രാഹിം നബി മുശ്രിക്കുകളോടായി പറഞ്ഞു, ഫലമ്മാ റഅ ശംസ ബാസിഗതൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ. സൂര്യനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണ്, ഹാദാ അക്ബർ, ഇതാണ് ഏറ്റവും വലിയ മഹാൻ. എന്തിനാണ്? അതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം പറഞ്ഞു ഫലമ്മ അഫലത്ത്, അങ്ങനെ അത് അസ്തമിച്ചു പോയപ്പോൾ കാലയ കൗമി, എന്റെ ജനങ്ങളെ, ഇനി ബരി ഉമ്മിമ്മ തുശ്രിക്കൂൻ, നിങ്ങൾ ശിർക്ക് എന്നിൽ നിന്ന് ഞാനിതാ വിട്ടുനിന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തിനാണ് അതങ്ങനെ അദ്ദേഹം പറഞ്ഞത്? അപ്പൊ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അദ്ദേഹം മുശ്രിക്കായി നിന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? ഇത് ഒരാൾ ആദാ അക്ബർ, ഇബ്രാഹിം നബി സൂര്യനെ റബ്ബാണെന്ന് പറഞ്ഞു അതിന്റെ പകുതി ഭാഗം എടുത്തുകൊണ്ട് മുശ്രിക്കാക്കിയാൽ എങ്ങനെയുണ്ടാവും? അതുപോലത്തെ പണിയാണ് ഷംസുദ്ദീൻ പാലത്ത് മൗലാന മൗദൂദിക്കെതിരെ നടത്തിയത്. ഇതിന്റെ മൗലാന മൗദൂദി മുസ്ലിങ്ങളല്ലാത്തവരോട്, അമുസ്ലിങ്ങളായ ഹൈന്ദവരോടായി നിങ്ങൾ നിങ്ങളുടെ വേദങ്ങളും ഉപനിഷത്ത് ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പരിശോധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഗുരുനാനാക്കിനെയും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനെയും ശ്രീകൃഷ്ണനെയും അവരുടെ സച്ചരിതങ്ങളും ചരിത്രങ്ങളും പരിശോധിക്കുക. അതൊക്കെ പരിശോധിച്ച ശേഷം അതാണ് ഭാരതനാട്ടിന് ആവശ്യമെങ്കിൽ അത് നമുക്ക് നടപ്പാക്കാം. നിങ്ങൾ അതിൽ പറയുന്ന എന്തൊക്കെയുണ്ടോ നയനിലപാടുകൾ ഞങ്ങളോടും അനുവർത്തിച്ചു കൊള്ളുക, ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാം എന്നാണ് മൗലാന മൗദൂദി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ വായിക്കുന്നില്ല പാരഗ്രാഫ്. പക്ഷെ അത് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുകയാണ്, അത് പറഞ്ഞ അതിന്റെ 2-ാം ഭാഗത്തിൽ പറയുകയാണ്, അതൊക്കെ പറഞ്ഞ് നിങ്ങളത് പരിശോധിക്കുക, അതാണ് ദൈവികമെങ്കിൽ അതാണ് ഈ ഭാരതനാട്ടിന് ആവശ്യം എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു, എന്നാൽ നിങ്ങളുടെ കൈവശം അത്തരം വിശദവും സവിസ്തരവുമായ ഒരു നിർദ്ദേശപത്രമില്ലെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു നിർദ്ദേശം തന്നെ നിങ്ങൾക്ക് ദൈവം തന്നിരുന്നില്ല എന്നല്ല, ഒരിക്കലും അങ്ങനെയല്ല. പ്രത്യുത നിങ്ങളുടെ ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ ആ നിർദ്ദേശപത്രം അഥവാ അതിന്റെ സിംഹഭാവവും ഭാഗവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയെന്ന് മാത്രമാകുന്നു, അത് സ്വാഭാവികവുമാണ്. എന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള അതേ സന്ദേശം മറ്റൊരു മാർഗേണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുന്നത്. ഇതിനെ അവജ്ഞാപൂർവ്വം തിരസ്കരിക്കാതിരിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ അനർഘ സമ്പത്ത് നിങ്ങൾക്കിതാ മറ്റൊരു വഴിക്ക് കൈവന്നിരിക്കുന്നു. ഇതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക, പരിശോധിക്കുക, അപഗ്രഥിക്കുക. വാസ്തവത്തിൽ നിങ്ങളുടെയും ലോകത്തിന്റെയും മോക്ഷക്ഷേമ ഇതിലുണ്ടോ എന്ന് അവധാനപൂർവ്വം പരീക്ഷിച്ചു നോക്കുക എന്ന് പറയാനാണ് അദ്ദേഹം ആദ്യം ശ്രീരാമകൃഷ്ണനെയും ശ്രീരാമചന്ദ്രനും വേദങ്ങളും ഗുരുനാനാക്കും ആ ഗീതയും ശാസ്ത്രവും പുരാണങ്ങളും പരിശോധിക്കുക, അതിലുണ്ടോ, അതാണ് ഭാരതനാട്ടിന് ആവശ്യമെങ്കിൽ അത് നമുക്ക് ഒരുമിച്ച് നടപ്പാക്കാം എന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ അത് കണ്ടെത്താൻ സാധ്യമല്ല. അത് ഞങ്ങൾക്ക് മറ്റൊരു വഴിയിൽ മുഹമ്മദ് നബിയിൽ കൂടി വന്നെത്തിയിരിക്കുക, അത് നിങ്ങളും പരിശോധിക്കുക എന്ന് പറയാനാണ് പറഞ്ഞത്. അങ്ങനെ അതിന്റെ പകുതി ഭാഗം ഇട്ടുകൊണ്ടാണ് ഷംസുദ്ദീൻ പാലത്ത് ഹൈന്ദവ ഭരണത്തിന് മുസ്ലിം ന്യൂനപക്ഷം സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന ഗുരുതരമായ ആരോപണം, സത്യസന്ധമല്ലാത്ത ഒരു പണ്ഡിതന് ചേരാത്ത പച്ചക്കള്ളം
ഇന്ന് വരെ അദ്ദേഹം അതിനുവേണ്ടി മാപ്പ് പറഞ്ഞിട്ടില്ല. അതും ഹദീസ് നിഷേധികളോടും ശരീഅത്ത് വിരോധികളോടും ദൈവ നിഷേധികളോടും അതുപോലെ തന്നെ നക്സലേറ്റുകാരോടൊക്കെ കൂടിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. ഇത് പ്രവാചകൻ പറഞ്ഞ ശത്രുക്കളോട് ഒരുമിച്ച് നിൽക്കും ഇസ്ലാമിനെതിരെ ചില ആളുകൾ എന്ന് പറഞ്ഞ ദീർഘമായ പ്രവാചകന്റെ ഒരു വീക്ഷണത്തിന്റെ ഭാഗവും കൂടിയാണ് ആഖിർ സമാനിലെ ഒരു ഫിത്നയാണിത് എന്നുകൂടി മനസ്സിലാക്കുക. ശുക്രൻ ജസീലൻ, ജസാക്കല്ലാഹു ഖൈറൻ.